ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ചീര വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചീരയും പരിപ്പും കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചീര വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീര പരിപ്പ് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ട് പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. ഒരു അരക്കപ്പൊക്കെ വെള്ളത്തിലിടാം. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടതിനനുസരിച്ച് ഇടാം. കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ പച്ചച്ചീരയാണ് എടുത്തിട്ടുള്ളത്. ഏത് ചീര എടുക്കാം. ചീര ആദ്യം കഴുകിയതിന് ശേഷം അരിഞ്ഞിട്ട് വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പരിപ്പ് നമുക്ക് വേവിക്കാൻ വെക്കാം. പരിപ്പ് ഒന്ന് കുതിർന്നതിന് ശേഷം വേവിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 to 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലൊക്കെ മതിയാവും. കാരണം പരിപ്പ് അത്യാവശ്യം നേരം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട്. അപ്പോൾ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അധികം നേരം വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം വേവിക്കേണ്ടി വരും. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി വെന്ത പരിപ്പിലേക്ക് നമുക്ക് ഒരു പകുതി തക്കാളി, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് അടച്ച് വെക്കേണ്ടത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചീര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ചീര ഇട്ടതിന് ശേഷം കുക്കർ അടച്ച് വെക്കാതെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചീര ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ മതി. ചീര ഒരുപാട് വേവാനില്ലാത്തതുകൊണ്ട്. ചീര നന്നായിട്ട് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ചീര അത്യാവശ്യം വെന്തിട്ടുണ്ട്. ചീരക്ക് ഒരുപാട് വേവില്ലല്ലോ. അപ്പോൾ ചീരയോട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അടുക്കം ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ ആയാലും ഒരു തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 2-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ എല്ലയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കത് വെന്തിട്ടുള്ള ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ ചേർക്കാതെ ഇങ്ങനെ കഴിക്കട്ടെ. പരിപ്പിലേക്ക് ഡയറക്റ്റ് ചീര ഇട്ടിട്ട് കടുക് പൊടിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം. തേങ്ങ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറവുണ്ടെങ്കിൽ. പിന്നെ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിളപ്പിക്കണ്ട. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. തിളപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനിങ്ങനെ ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്കുള്ള കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഓപ്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ ഉള്ളിയുടെ ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ചിട്ടുള്ള നമുക്ക് ചീരയുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മുളക് പൊടി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ ഒക്കെ കൂടെ. പക്ഷേ കളർ ചേഞ്ച് ആവുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കളറിലാണ് എടുക്കുന്നത്. നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറുകിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു കുറുകിയ ടേസ്റ്റാണ് അതിന് ഒന്നുകൂടെ നല്ലത്. കുറച്ച് ലൂസാവുന്നതാകട്ടെ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് തേങ്ങ അരച്ചിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാം. അല്ലാതെ ഡയറക്റ്റ് പരിപ്പ് വേവിച്ചതിലേക്ക് ചീര ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്.
പിന്നെ ചീര നല്ല ഹെൽത്തി ആണല്ലോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റിലൊരു കറിയാണ്. ഇലക്കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും, എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചീര കിട്ടുമ്പോൾ ഉപ്പേരി വെക്കുന്ന കൂടെ ഇടയ്ക്കൊന്ന് കറിയും വെച്ച് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.